ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് സൈറ്റ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ചയിലത്തെയും വെള്ളിയാഴ്ചയിലത്തെ ഒരു ബാക്ക് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഏകദേശം എൻ്റെ മൈൻഡ് കൊണ്ട് 2 ട്രേഡ് പോയി, പക്ഷേ എടുത്ത ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. വെള്ളിയാഴ്ച എനിക്ക് സ്വാഭാവികമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ട്രേഡിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7 മണി, ഞാൻ ക്രൂഡ് ഓയിലാണ് ട്രേഡ് ചെയ്യണത് ഫ്യൂച്ചേഴ്സിൽ. അപ്പോൾ ഏകദേശം ഒരു 7 മണി വരെ വരുന്ന ഹൈയും അതുപോലെ തന്നെ ലോയാണ് എൻ്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ലെവൽ ഞാൻ നോക്കാറ്. അത് സംടൈംസ് ഇപ്പോൾ ഞാൻ ആ റേഞ്ചിൽ വല്ല എന്താ പറയുക നല്ല മൂവും കാര്യങ്ങളും വരുന്ന വല്ല ഏരിയ ഉണ്ടെങ്കിൽ ഞാൻ ഇത്തിരി ഇഗ്നോർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കേസിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വ്യാഴാഴ്ച നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു, കാരണം എൻ്റെ ഒരു തിയറിക്ക് അനുസരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ വന്നൊരു ലോയും, അതായത് ഏകദേശം 7 എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച്, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളൊരു ഹൈ എന്ന് പറയുന്നത് അതുവരെ വന്നിട്ടുള്ള ഹൈ ഇതും അതുവരെ വന്നിട്ടുള്ളൊരു ലോ ഇതാണ്. കാരണം ആ ഒരു ടൈമിലാണ് ഇത്തിരി കൂടി മാർക്കറ്റ് എന്താ പറയുക ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കി ടൈം ആക്റ്റീവ് അല്ല എന്നല്ല, ഇത്തിരിയും കൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു ടൈം റേഞ്ചിലാണ്. പിന്നെ എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു ടൈമിംഗ് കൂടി അതായത് കാരണം ഞാനതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു റേഞ്ചിലെ ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ ഞാൻ എൻട്രിക്ക് പോകാറില്ല, അതിന് ക്ലോസിങ് വന്നതിന് ശേഷം പോകാറ്. ആ ക്ലോസിങ് നല്ല മുകളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിൽ ഇഗ്നോർ ചെയ്യും, കാരണം എപ്പോഴും റിവേഴ്സിൽ വന്ന് നല്ല രീതിക്ക് ഡൗൺ വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സക്സസ്ഫുൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പോൾ ഞാൻ റിട്രേസ്മെൻറ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഞാൻ പ്ലേസ് ചെയ്ത റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഈ ഒരു റേഞ്ചിലായിരുന്നു, അതായത് 6473 തോന്നുന്നുണ്ട്, 70 റേഞ്ചിലാണ്, 71 റേഞ്ചിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ റേഞ്ച് വരെ വന്നില്ല മാർക്കറ്റ്, ഏകദേശം ഒരു 77 വരെ വന്നിട്ട് അതിനെ റിട്രേസ് ചെയ്ത് പോവുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 ആ റേഞ്ചാണ് ഞാൻ ടാർഗറ്റ് വയ്ക്കാറ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന സ്വിംഗ് ലോ, അതായത് ആ റേഞ്ച് വയ്ക്കാറ്, ബട്ട് അത് സ്വിംഗ് ലോ ഏകദേശം ഒരു 0.7 മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്യും, കാരണം എനിക്ക് എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മെയിൻലി ഫോക്കസ് ചെയ്ത് പോലെയാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ എനിക്ക് 0.52 അല്ലെങ്കിൽ 0.56 ആ റേഞ്ചൊക്കെ ആണെങ്കിൽ എനിക്ക് പിന്നെയും കുഴപ്പമില്ല, കാരണം എൻ്റെ അത് എഫക്റ്റ് ചെയ്യില്ല. എനിക്ക് വരുന്ന ലോസിനായാലും എനിക്കത് നാളെ വരുന്ന ട്രേഡിൽ എനിക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിലൊരു ട്രേഡ് നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല ട്രേഡ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഏകദേശം മുന്നേ വന്നിട്ടുള്ളൊരു ഹൈ ഉണ്ടായിരുന്നു. ആ ഹൈയിൽ മുന്നേ ഒരു 50 മിനിറ്റ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ വന്ന് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ മാർക്കറ്റ് താഴേക്ക് പോണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ റേഞ്ചിലൊരു 2 റെസിസ്റ്റൻസ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സക്സസ്ഫുള്ളി അവിടെ എത്തിയപ്പോൾ ഞാനൊരു എക്സ്പെക്റ്റേഷൻ ചെറിയ സ്റ്റോപ്പ് ലോസിൽ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഏകദേശം അവിടെ നിന്നൊരു ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്തു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ, അതായത് ഞാൻ ലിമിറ്റ് പ്രൈസ് ഇട്ടുണ്ടായിരുന്നത് 6550 ആ റേഞ്ചിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ സക്സസ്ഫുള്ളി ആ റേഞ്ച് വന്നു ഹിറ്റ് ചെയ്തു മാർക്കറ്റ്. അതിനുശേഷം ഞാൻ അവിടെ ഒരു എൻട്രി പോയി. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ലാസ്റ്റ് വന്നിട്ടുള്ളൊരു മിനിറ്റ് ഈ ഒരു റേഞ്ചിൽ വന്ന്, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഞാൻ ഒരു എൻട്രി പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഹൈ ഉണ്ട്. അപ്പോൾ ആ ഹൈൻ്റെ മുകളിലായിരിക്കും ആവണം, അതായത് ഈ ക്യാൻഡിലായിരുന്നു ലാസ്റ്റ് വന്നിട്ടുള്ള ആ ടൈമിൽ ഹൈ. അപ്പോൾ ഞാൻ ഏകദേശം ട്രേഡ് എടുത്ത് ആ ഒരു ഹൈൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം ഇത് ഇത്തിരി റിസ്കി ട്രേഡാണ്, കാരണം അത് ബ്രേക്കൗട്ടായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു റേഞ്ച് നോക്കിയപ്പോൾ കാണുന്നത് ഏകദേശം 44 ആ റേഞ്ചാണ് വരുന്നത്. പക്ഷേ ആ റേഞ്ചിന് മുകളിൽ വന്ന് ജസ്റ്റ് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് ഡൗൺ പോവുക ചെയ്തത്. പക്ഷേ ഞാൻ കുറച്ചും കൂടി മുകളിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്രശ്നം വരില്ലായിരുന്നു. പക്ഷേ അത് അവിടെ ആ റേഞ്ചിൽ വന്ന് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ റേഞ്ചിന് തൊട്ട് മുകളിൽ പോയിട്ട് ആ സ്റ്റോപ്പ് ലോസ് ട്രയലായിട്ട് പോവുക ചെയ്തത്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് സക്സസ്ഫുള്ളി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഡൗൺവേർഡ് പോയി എൻ്റെ ടാർഗറ്റും ഹിറ്റ് ചെയ്ത് അത്യാവശ്യം താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസുകളിൽ നമ്മൾ ഇമോഷൻ പോകാതെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിലത്തെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ, അതായത് 7 മണി വരെയുള്ള റെസിസ്റ്റൻസും സപ്പോർട്ട് റേഞ്ചിലും ഏകദേശം കിടന്ന് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു എൻട്രി പോയില്ല. ഞാൻ സംടൈംസ് നമ്മൾ ഒരു എൻട്രി പോവാതിരിക്കണതാണ് ഏറ്റവും നല്ലൊരു ട്രേഡറിൻ്റെ ഒരു ക്വാളിറ്റി. എന്ന് വെച്ചാൽ ഞാൻ ക്വാളിറ്റി ട്രേഡർ എന്നല്ല പറയണേ, ഞാൻ ജസ്റ്റ് അതിന് ആ ഒരു തിയറി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.